ഈ RSSന്റെ നേതാവ് ഒരു ഇന്ദ്രേഷ് കുമാർ, അദ്ദേഹം RSSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ്. മാത്രമല്ല RSSന്റെ കീഴിലുള്ള ഒരു പോഷക സംഘടന എന്ന് പറയാവുന്ന പിന്നെ മുസ്ലിം മഞ്ച് എന്ന് പറയുന്ന രാഷ്ട്രീയ മഞ്ച്, RMM, രാഷ്ട്രീയ മുസ്ലിം മഞ്ച് എന്ന് പറയുന്ന സംഘടനയുടെ ചീഫ് പാറ്റേണും കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് BJPക്ക് അഹങ്കാരം കൂടിപ്പോയി, 241 പിടിച്ചു കെട്ടി ഭഗവാൻ ശ്രീരാമൻ എന്ന തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഈ RSS പൊതുവിൽ BJPയെ താക്കീത് ചെയ്തിരിക്കുന്നു. മോഹൻ ഭഗവതിൻ്റെ ഒരു പ്രസ്താവന പോലും നമ്മുടെ മാധ്യമങ്ങൾ വളരെ കാര്യമായിട്ട് BJPക്ക് എതിരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം വന്ന പശ്ചാത്തലത്തിൽ ഈ ഇന്ദ്രേഷ് കുമാറിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് എന്ത് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഒന്നാമത് ആദ്യം ഇന്ദ്രേഷ് കുമാർ ആരാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് മോഡി പ്രധാനമന്ത്രി ആയിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ദ്രേഷ് കുമാറാണ്. കാരണം ഇന്ദ്രേഷ് കുമാറിനെ UP ഭരിക്കുന്ന സമയത്ത് മാലേഗാവ് സ്ഫോടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് RSS ആളുകളെ സാദി പ്രഗ്യാനന്ദ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. പ്രഗ്യാനന്ദല്ല, അവർ സാദി മറ്റേ ഭോപ്പാൽ MP ആയിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അതിലൊരാൾ കേണൽ പുരോഹിത്, ഇദ്ദേഹമാണ് ഇന്ദ്രേഷ് കുമാറായിരുന്നു. ഇതോട് ഇങ്ങനെ ചിദംബരം പുറത്തുനിന്ന് ആരുടെയൊക്കെ സ്വാധീനം കൊണ്ട് RSSനെ ഒരു ഭീകര സംഘടനയെ ചിത്രീകരിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് എന്ന് RSSന് തോന്നുകയും, അക്കോർഡിംഗ് ടു RSS അങ്ങനെയാണ്. അതുവരെ അവർ അങ്ങനെ കോൺഗ്രസ് ചെയ്തിരുന്നില്ല. ഇവിടെ ആര് ഭരിച്ചാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. അത് നടക്കുകയും ചെയ്തിരുന്നു. സരസ്വതി വിദ്യാമന്ദിരങ്ങളും ഏകാദേവ വിദ്യാലയങ്ങളും ഒക്കെ അതൊക്കെ നടന്നുകൊണ്ടിരുന്ന. ഇതോട് കൂടിയിട്ടാണ് BJP നരേന്ദ്രമോദി എന്നുള്ള ഒരു സ്ട്രോങ് ലീഡറെ വെച്ചുകൊണ്ട്, ഒരു OBC ലീഡറെ വെച്ചുകൊണ്ട് BJPയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി സംഘം തീരുമാനിക്കുക, അവരാണ് പ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തത്. അത് നിങ്ങൾ 2014 ഇലക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. തിരുവനന്തപുരത്ത് വരെ സംഘത്തിൻ്റെ ചിട്ടയ പ്രവർത്തനം. ഇത്തവണ അതില്ലായിരുന്നു. ഇത്തവണ രാജീവ് ജയിക്കുകയായിരുന്നു. രാജീവ് 20 വോട്ടിന് ജയിച്ചു പോയിരുന്നു. അതങ്ങനെ സംഘം അന്ന് ജയിപ്പിച്ചത്. കഴിഞ്ഞ ഇലക്ഷന് സംഘം ഇതേ പിന്തുണ കൊടുത്തു. അതിന് കാരണം എന്തായിരുന്നു? കോൺഗ്രസ് ഒരു തവണയും കൂടി അധികാരത്തിൽ വന്നാൽ സംഘം പിന്നെ ഇല്ല, അത് ഭീകര സംഘടനയായി ചിത്രീകരിക്കപ്പെട്ടു. അങ്ങനെ ഒരിക്കലും ഇവിടെ മുദ്ര കുത്തപ്പെട്ട ഇൻ്റർനാഷണൽ സംഘത്തിനെ ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ദ്രേഷ് കുമാർ കൊണ്ടാണ് മോഡി ഇപ്പം പ്രധാനമന്ത്രി ആയിരിക്കുന്നത്. ഒരു ഘടകം അതാണ്. മോഡിയുടെ കഴിവ് ഒരു ഘടകമാണ്. പിന്നെ RSSൻ്റെ മൊത്തം സംവിധാനങ്ങൾ, പിന്നെ അമിത്ഷാ, അതൊക്കെ ഘടകമാണ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ദ്രേഷ് കുമാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ദ്രേഷ് കുമാർ പിന്നെ ആ കേസിൽ നിന്ന് അദ്ദേഹത്തിന് വെറുതെ വിടി. അദ്ദേഹത്തിന് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് RSSൻ്റെ മുസ്ലിം സംഘടനയുണ്ട്, അതിൻ്റെ ചീഫായിട്ട് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ചീഫ് പാർട്ണറാണ് അദ്ദേഹം. അപ്പോൾ അന്ന് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ പറഞ്ഞു ബോംബ് സ്ഫോടന കേസിലെ പ്രതിനെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. അപ്പം ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിപ്പം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കരുതേണ്ട ആവശ്യമില്ല. ഇതിപ്പം മോഹൻ ഭഗവതിൻ്റെ കഴിഞ്ഞ സംഭവം വ്യക്തിയല്ല, സംഘടനയാണ് പ്രധാനം. അത് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പ്രധാന സേവകൻ എപ്പോഴും വളരെ വിനയാന്വിതനായിരിക്കണം എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. അത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രത്തൻ ഷാദ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെയൊക്കെ ദേശീയ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന RSS ഐഡിയോലോഗുണ്ട്. അതിന് പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളായിരുന്നു. ഐ തിങ്ക് ഹീസ് ഫ്രം മഹാരാഷ്ട്ര. അപ്പോൾ ഇദ്ദേഹം ഓർഗനൈസറിലോ ലേഖനം എഴുതുണ്ടായി. അതിൽ അദ്ദേഹം ഈ പറയുന്ന അഹങ്കാരത്തെ പറ്റിയും റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാതെ ഈ സെൽഫോണും സെൽഫികളും എടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രചാരണം നടത്തുന്ന RSS BJPയുടെ രീതിക്കെതിരെയൊക്കെയാണ് അദ്ദേഹം അതിശക്തമായിട്ട് ലേഖനം എഴുതിയത്. അപ്പോൾ രതൻ ഷാദ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അവരുടെ ഒരു MN വിജയൻ എന്നൊക്കെ വേണം പറയാവുന്ന ആളാണ്. അപ്പം ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം RSSന് വേണമെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉള്ളിൽ തന്നെ തീർക്കാം, അവർക്ക് അതൊക്കെ പറ്റും. ഉള്ളിൽ തീർക്കണം, ഉള്ളിൽ തീർക്കുക, അടിച്ച് മോഹൻലാൽ പറയുന്ന പോലെയാണ് RSSൻ്റെ ഒരു രീതി. നമുക്ക് എവിടെ വേണമെങ്കിൽ തീർക്കാമെന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഇത് നാട്ടുകാർ അറിയണമെന്നും RSSന് ഒരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഇത് അഹങ്കാരം എനിക്കൊന്ന് മോഡിനെ പറ്റി എനിക്ക് തോന്നുന്നത് അമിത്ഷാനെ പറ്റിയാന്ന് തോന്നുന്നു. അമിത്ഷാ മാത്രമല്ല നദ്ദ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നദ്ദയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതായത് നദ്ദനെ മിസ്കോട്ട് ചെയ്തതാണ് സത്യത്തിൽ. നദ്ദ ഉദ്ദേശമല്ല, രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന പോലെ രാജീവ് ഉദ്ദേശിച്ചത് MP ടൈം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എഴുതി. പക്ഷേ രാജീവിന് ഈ കേരളത്തിലെ പൊതു പബ്ലിക് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആ വാക്കുകൾ ഇവിടെ അതെന്താ അർത്ഥാക്കുന്നതെന്ന് എടുക്കുക മുപ്പർക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ നദ്ദയ്ക്ക് പറ്റിപ്പോയത്. നദ്ദ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നദ്ദ ഉദ്ദേശം വെച്ചാൽ RSS ഇൻഡിപെൻഡൻ്റ് ആണോ BJP ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എല്ലാ മീറ്റിങ്ങിലും RSSകാർ പറയുന്നതാണ്. കാരണം ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. ഇപ്പോൾ അവർ ഏതാണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. നദ്ദയ്ക്ക് പറ്റിയ അവസ്ഥ വെച്ചാൽ മോഡിക്ക് ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഇമേജ് കൊടുത്തു, RSSനേക്കാളും വലിയ ഇമേജ് കൊടുത്തു. അത് RSSന് ഇഷ്ടമല്ല. ആരെ പറ്റി കൊടുക്കുന്നത് RSSന് ഇഷ്ടമല്ലാത്തതാണ്. വ്യക്തി ഒരിക്കലും സംഘടനയെക്കാട്ടും വളരാൻ പാടില്ല. അത് BJP എന്ന് പറഞ്ഞാൽ അല്ല പ്രശ്നം, അത് മോഡി എന്ന് പറഞ്ഞല്ല പ്രശ്നം. ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നദ്ദയ്ക്ക് പറ്റിയത്. പിന്നെ അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ഇവർക്ക് പറ്റിയതെന്നല്ല, UP ആണല്ലോ ഇന്ത്യ ആര് ഭരിക്കണം തീരുമാനിക്കുന്നത്. UP RSSന് താല്പര്യമില്ലാത്ത 30ഓളം ആളുകളെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളുകൾ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഇതാണ് കാര്യം. പിന്നെ സ്മൃതി ഇറാനിയുടെ എപ്പോഴത്തെ പോക്കിൽ RSSന് താല്പര്യമില്ല. അധ്യാപകരോട് ചൂടാവുക, നാട്ടുകാരോട് ചൂടാവുക,
സ്മൃതി ഒരു ഡൽഹിയിലെ ഒരു മിഡിൽ ക്ലാസ് ആണല്ലോ. ഡൽഹിയിൽ ലുട്ടൻ ഡൽഹി അല്ല, ലുട്ടൻ ഡൽഹി എന്ന് പറഞ്ഞാൽ എലീറ്റ് ഡൽഹിയും അസൂയുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഡൽഹി ഉണ്ട്. അതിൻ്റെ ഉൾപ്പന്നമാണ് സ്മൃതി. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് RSSന്റെ ഏറ്റവും സിസ്റ്റമായ സംഘടനാ സംവിധാനമുള്ള 2 സ്ഥലമുള്ളത് ഇന്ത്യയിൽ, 2-3 സ്ഥലം. അതിലൊന്ന് UP, 2 കേരള, മൂന്നാമത്തത് മഹാരാഷ്ട്രയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ തന്നെ പണി കിട്ടിയത്. കേരളത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതോടുകൂടി രാജീവ് തോറ്റു. രാജീവ് അനിൽ ആന്റണി ജയിക്കേണ്ട മണ്ഡലമാണ്. കാരണം ഇത്രയും വോട്ട് അവർക്കുണ്ട്. ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടിയാൽ ജയിക്കേണ്ടത്. അനിൽ ആന്റണീനെ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനുകൊണ്ടുവന്നു? കൊണ്ടുവന്ന ഒരു കാരണം വേണ്ടേ? അത് അനൂപ് ആന്റണിയാണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയത്. അനൂപ് ആന്റണിയോ അല്ലെങ്കിൽ PC മോനൊക്കെ ആണെങ്കിൽ ജോർജ് കുര്യനാണ് ജയിച്ചു പോയിരുന്നു. ജയിച്ചു പോയത്. അപ്പം മഹാരാഷ്ട്രയിലെ വേറെ അടി കിട്ടിയത് സംഘത്തിൻ്റെ ഏറ്റവും ശക്തമായ നെറ്റ്വർക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. അവിടെ അടി കിട്ടി. അവിടെ ശിവസേനയായിട്ട് സംഘത്തിനൊരു ലിങ്ക് ഉണ്ട്. ശിവസേന വിട്ടുപോകാൻ കാരണം ഈ മോഡിയുടെ അപ്രമാദിത്യം എന്നുള്ളൊരു ഫീല് വന്നതോട് കൂടിയിട്ടാണ് ശിവസേന വിട്ടുപോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു പ്രശ്നം. RSSകാർ പൊതുവിൽ അങ്ങനെ പൊതുമണ്ഡലത്തിലൊന്നും അത്തരം കാര്യങ്ങൾ പറയുന്നതല്ല. പക്ഷേ ഇത് രാജസ്ഥാനിലത്തെ ഒരു പ്രസംഗത്തിൽ, ഒരു RSSുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൊതു മണ്ഡലത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ അതിന് വളരെ കാര്യമായിട്ട് എടുക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അത് എടുക്കും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന 400+ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 400 എന്ന് പറയുന്ന സംഭവം എത്താത്തത് കൊണ്ടും BJPക്ക് ഈ പറയുന്ന 200 നേരത്തെ ഉണ്ടാകുന്ന 31 എത്താൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും പിന്നെ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ RSS എന്നൊരു സ്ഥിരം ശൈലിയല്ല. അത് വന്നത് നേരത്തെ അതുകൊണ്ടാണ്. അത് ഇപ്പം RSSന്റെ മാസമായിട്ടുള്ള ഇപ്പം മോഡി ഒരു RSS പറയുന്ന എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന ആളായി മോഡി മാറി. RSS സ്വപ്നം കാണുകയും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക. അത് സാക്ഷാത്കരിക്കാൻ വാജ്പേയിക്ക് പറ്റിയിരുന്നില്ല, അഡ്വാനിക്ക് പറ്റിയിരുന്നില്ല. അത് സാക്ഷാത്കരിച്ചത് മോഡിയാണ്. അതുകൊണ്ട് സംഘപ്രവർത്തകരുടെ മനസ്സിലും അനുഭാവികളുടെ മനസ്സിലും ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് മോഡിക്ക് വന്നു. അത് സംഘടനയെ RSSന് ഒരു ദൂഷ്യം ചെയ്യുന്ന അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ ഓരോരോ മീറ്റിംഗ് വിളിച്ച് രഹസ്യമായി പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് പരസ്യമായി പറയുന്നത്. അയോധ്യയിലെ ഇദ്ദേഹത്തിന്റെ ഒരു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മോഹൻ ഭഗവത് ഉണ്ടായിട്ട് അദ്ദേഹം അതിനും പോയിട്ടില്ലല്ലോ. അപ്പൊ അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അത് എപ്പോഴും വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ സിസ്റ്റം തകരും. അതിപ്പം മൗര്യന്മാരങ്ങനെ, ചാണക്യനായിരുന്നു ഗുരു. ചാണക്യൻ അവർ കൊല്ലുന്നു. 2 കാര്യങ്ങൾ. ചാണക്യൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ചാണക്യൻ ഏതായാലും ഒഴിവാക്കിയിരുന്നു. ചാണക്യനെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. ചാണക്യൻ ഏതായാലും ഒഴിവാക്കിയിരുന്നു. അതിനുശേഷം മൗര്യ സാമ്രാജ്യം പെട്ടെന്ന് അങ്ങ് തകർന്നു പോകുന്നതാണ്. അശോകനോട് കൂടി അങ്ങ് തകർന്നു പോകുന്നു. അത് ബുദ്ധമതം സ്വീകരിക്കുന്നു. അത് തകർന്നു പോകുന്നു. അതുപോലെ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് രാജാക്കന്മാർ അതിപ്രബലരാകുമ്പോൾ ഈ മന്ത്രിസഭയിൽ പരിഗണിക്കാതാകുകയും പിന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ 2ാമതിന് ശേഷം പെട്ടെന്ന് അങ്ങ് തകർന്നു പോവുകയാണ്. ഇത് തന്നെ ഇവന്മാർക്ക് ശിവാജിക്ക് സംഭവിച്ചിട്ടുണ്ട്, പേഷ്യമാർക്ക് സംഭവിച്ചിട്ടുണ്ട്. പേഷ്യമാർക്ക് എന്ന് വെച്ചാൽ 3ാം പാനിപ്പത്ത് യുദ്ധത്തോട് കൂടിയിട്ട് പേഷ്യാസിൻ്റെ ലീഡർഷിപ്പ് മൊത്തം തകർന്നു പോയി. ലീഡർഷിപ്പ് തകർന്നു വെച്ചാൽ ഈ ഉപദേശകുന്തൊക്കെ തകർന്നു. പിന്നെ നേതാക്കൾ വന്ന ഓരോരുത്തരും അവരവർ അജയ്യന്മാരാകാൻ ശ്രമിച്ചു. അങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ സ്ഥാപിക്കുന്നത്. ഇതൊക്കെ സംഘത്തിന് അറിയാലോ. അപ്പം അതുകൊണ്ട് സംഘം ഒരു വിദ്യാഭ്യാസം, ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് അണികൾക്കിടയിൽ കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഇത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് വിചാരിച്ചിട്ട് ഇവിടെ പലരും പറയുന്ന പോലെ സംഘത്തെ അടിച്ചു വീഴാൻ പോകുന്നത് BJP സംഘം, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. BJP അനുസരണമുള്ള കുട്ടികളായി സംഘം പറയുന്നത് കേട്ടിട്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് വെക്കും. അത്രേ ഉള്ളൂ.